കർത്താവായ ദൈവമേ, വീണ്ടും ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയോട് ചേർന്നിരിക്കുമ്പോൾ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകുന്നത് വലിയ സമാധാനവും സന്തോഷവും സൗഖ്യവും ജീവനും ജീവന്റെ സമൃദ്ധിയുമാണല്ലോ. വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകി. ആ സ്നേഹത്തിൻ്റെ പാരമ്യം അനുഭവിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാളിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ രണ്ടാം ദിവസത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ അങ്ങ് എന്തിനു വേണ്ടി ഞങ്ങൾക്കായിട്ട് ജീവൻ അർപ്പിച്ചോ ആ ബലി അതേപടി സ്വന്തമാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുവചനങ്ങളിലൂടെ കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് വേണ്ടി ദാഹമുള്ള ജീവിതങ്ങളാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ശക്തിപ്പെടുത്തി, ജീവൻ നൽകി ഈ വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വലിയ സ്നേഹത്തോടെ എളിമയോടെ പരിശുദ്ധമ്മയോടും സ്ലിഹന്മാരോടും എല്ലാ വിശുദ്ധരോടും രക്തസാക്ഷികളോടും കൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വലിയ നിറവിനു വേണ്ടി നമുക്ക് ഈ രടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ച് നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ച് നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിച്ച് ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ, അധരങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളോട് കൂടെ ആയിരുന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ഈ ദിവസത്തിൽ ഏറ്റവും നന്ദിയോടെ കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ വലിയ കരുണ നിറയപ്പെടാൻ വേണ്ടി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, വിശുദ്ധ കുർബാന എന്തെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. വിശുദ്ധ കുർബാന ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം ചിന്തിയുള്ള പാപ പരിഹാര ബലിയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇത് അറിഞ്ഞ് ഈ ബലിയിൽ പങ്കെടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു ആത്മീയ ചാനലിൽ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിയാലിറ്റി ഷോ നടക്കും. പാട്ട് പാടുന്നു, ഒരു ജഡ്ജസിൻ്റെ പാനൽ അത് വിധി എഴുതുന്നു, അങ്ങനെയാണ്. അപ്പോൾ അവിടെ പ്രാരംഭ ഗാനം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പാടുകയാണ്. ഒരു മനോഹരമായിട്ട് പ്രാരംഭഗാനം എന്ന് പറഞ്ഞാൽ ബലി ആരംഭിക്കുന്ന പാട്ടുപാടാം. വളരെ മനോഹരമായിട്ട് ഒരു അടിപൊളി പാട്ട് പോലെ നല്ല ജില്ലൊക്കെ അടിച്ച് പാടി തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ആത്മീയ സംഗീത മേഖലയിൽ വളരെയേറെ പാരമ്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അവർ മൂന്ന് പേരുണ്ട് പാനലിൽ ജഡ്ജസായിട്ടിരിക്കണേ. ഈ മനുഷ്യൻ ഈ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, ഇപ്പം നിങ്ങൾ നന്നായിട്ടൊക്കെ പാടി, എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ
പാട്ട പാടിയേ? എന്തിനുള്ള പാട്ട പാടിയേ? അപ്പോൾ അവർ പറഞ്ഞു വിശുദ്ധ കുർബാനയുടെ പ്രാരംഭഗാനം. അപ്പം അദ്ദേഹം പറയാണ്, എന്താണ് വിശുദ്ധ കുർബാന ചോദിച്ചു സിസ്റ്റേഴ്സിനോട്. അപ്പോൾ അവർ പറഞ്ഞു കർത്താവിൻ്റെ ബലിയാണ്. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സേ, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഒരു ബലിയാണ്. ആ ബലി എന്ന് പറഞ്ഞാൽ രക്തം ചിന്തിയുള്ള ബലിയാണ്. രക്തം ചിന്തി ബലിയർപ്പിക്കപ്പെടുന്ന ബലിയുടെ ആ ഒരു ഫീല്, ആ ഒരു ചിന്ത, ആ ഒരു സാന്നിധ്യം അനുഭവിക്കത്തക്ക വിധത്തിൽ പാട്ടുകൾ ആലപിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, കുക്കുടു 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 എന്നുള്ള താളങ്ങളൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ബലിയിലേക്ക് പ്രവേശിക്കാൻ ബലിയെക്കുറിച്ച് അറിയുന്ന മക്കൾക്ക് കഴിയത്തില്ല. കാരണം അത് കുരിശിലെ ബലിയാണ്. അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് രക്തം ചിന്തി അർപ്പിക്കപ്പെടുന്ന ബലിയാണ്. ആ ഒരു ചിന്ത ഒരിക്കലും ബലിയിലേക്ക് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് വലിയ സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇതെന്തെന്ന് ഒരു തിരിച്ചറിവില്ല. നമ്മൾ പള്ളിയിൽ വരുന്നു, ഇഷ്ടമുള്ളപ്പോൾ വരുന്നു, ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകുന്നു, കൈകെട്ടി നിൽക്കുന്നു, അശ്രദ്ധമായി നിൽക്കുന്നു. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധ പാതിരിപ്പിയോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം ചങ്കുപൊട്ടി കരയും, നിലവിളിച്ച് ഒരു വാക്ക് പോലും ഉരുവിടാൻ പറ്റാതെ അദ്ദേഹം വിങ്ങിപ്പൊട്ടി നിൽക്കും. കാരണം ഈ ബലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പാദ്രിയപ്പിയോയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അത് അനുഭവിച്ച് അത് സ്വയം ആവാഹിച്ചെടുത്തുകൊണ്ട് ഈ ബലി അർപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയിൽ ഇതെൻ്റെ ശരീരം ആകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് മുറിയപ്പെടുന്ന ചിന്തപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്നെ നമുക്ക് മുറിച്ച് തരുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഈ തിരിച്ചറിവ് ഇന്ന് എത്ര മക്കൾക്കുണ്ട്? ഇത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കർത്താവിൻ്റെ രക്തം ചിന്തിയുള്ള ബലിയാണ്. ഈ ബലി യോഗ്യതയോടുകൂടി നമ്മൾ അർപ്പിക്കണം. ഈ ബലിയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. ശിലിഹന്മാരുടെ പാദങ്ങൾ കഴുകി. ഈ പാപപരിഹാര ബലി, ഇത് നമ്മുടെ പാപങ്ങൾ നീക്കുന്ന ബലിയാണ്. അതായത് ഈ ബലി നമുക്ക് വേണ്ടി യേശു അർപ്പിച്ചതാ. ആ ബലിയിൽ യോഗ്യതയോടെ പങ്കെടുക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വേണ്ടത് യോഗ്യത. പാദം കഴുകി ബലി അർപ്പിക്കണം. എന്താണ് പാദം? നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ചെളിപ്പിടിക്കുന്ന ഭാഗമാണ് പാദം. പാദം കഴുകണം. അതുപോലെ നമ്മുടെ പാപത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ ഒത്തിരി ചെളി പിടിക്കും. അതുകൊണ്ട് ആത്മാവിനെ കഴുകി വെടുപ്പാക്കുന്ന കുംഭസാരം എന്നുള്ള കൂദാശ, അതോടൊപ്പം തന്നെ സ്വയം ശരീരത്തെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മാന്യമായ വസ്ത്രം ധരിക്കണം. ദേവാലയത്തിൽ തോന്നിയ പോലെ വരാൻ പാടില്ല. ആ ചൈതന്യത്തോടെ ആ ബലിയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ പരിശുദ്ധിയോടും അതിൻ്റെ ഗൗരവത്തോടും അതിൻ്റെ പ്രാധാന്യത്തോടും കൂടെ ബലി അർപ്പിക്കണം. അതാ പൗലോസ് പറയാ, അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവൻ തന്നെ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത്. അയോഗ്യത. അതിനാൽ നിങ്ങളിൽ പലരും രോഗികളാകാനും പലരും മരിച്ചു പോയതിൻ്റെയും കാരണം വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും വിശുദ്ധ കുർബാന എന്തെന്നുള്ള അറിവില്ലാതെ, അല്ലെങ്കിൽ ഈ കുർബാനയെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കരുതേ. വിശുദ്ധ പാദ്രിപ്പിയോ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, വിശുദ്ധ കുർബാനയിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നീ കണ്ടാൽ നീ ആ ദേവാലയത്തിൽ ചങ്കുപൊട്ടി വീണ് ചാവും. ഇന്ന് എത്ര പേർക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ തിരുവോസ്തി യേശുവിൻ്റെ ശരീരം ആണെന്ന്? ഈ തിരുരക്തം, ഈ പാനപാത്രത്തിലെ ഈ വീഞ്ഞ് യേശുവിൻ്റെ രക്തമാണെന്ന് എത്ര മക്കൾക്ക് ശരിക്കും ബോധ്യമുണ്ട്? കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൽ സംശയിക്കുന്ന അനേകം മക്കളെ നമ്മൾ കാണുന്നുണ്ട്. അച്ഛന്മാർക്ക് പോലും സിസ്റ്റേഴ്സിന് പോലും ഇന്ന് പലർക്കും വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പല സംശയങ്ങൾ വന്നിട്ടുണ്ട്.
കാലഘട്ടത്തിലും ചരിത്രത്തിലും വന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളിലൂടെ, ശ്രദ്ധിച്ചേ, വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളിലൂടെ യേശു തൻ്റെ സജീവമായ സാന്നിധ്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. യുക്കറിസ്റ്റിക് മിറക്കിൾസ്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യേശുവിൻ്റെ തിരുശരീരം വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തി വിഭജിച്ച യേശുവിൻ്റെ ശരീരം പിടയ്ക്കുന്ന മാംസമായിട്ട് മാറിയ, ചുടുചോരയായിട്ട് മാറിയ ഒത്തിരി അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ഇഷ്ടം പോലെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിനാൽ തന്നെ ഈ വിശുദ്ധ കുർബാന സജീവമായ യേശുവിൻ്റെ ബലിയാണ്. അവിടെ രക്തം ചിന്തപ്പെടുന്നുണ്ട്, അവിടെ യേശു കീറി മുറിക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ അനുഭവിച്ച് സ്വന്തമാക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ മേഖലയിൽ ഇന്ന് ഈശോ നമ്മോട് പറയുക, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളെ ഒന്ന് പരിശോധിക്കും. ആ കുർബാനയുടെ ചൈതന്യം എന്തുമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നാം ബലിയർപ്പിച്ചിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കി ഈ ബലിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തുമാത്രം സ്വന്തമാക്കി എടുക്കാൻ നമുക്ക് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, വിശുദ്ധ കുർബാനയിൽ കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കണം. ഇന്ന് ചില മേഖലകളിൽ ചില മക്കളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിരന്തരമായ പൈശാചിക പീഡകൾ പോലെയുള്ള ആക്രമണങ്ങൾ, പല പല തടസ്സങ്ങൾ, രോഗങ്ങൾ, വിവാഹം നടക്കുന്നില്ല, കുടുംബത്തിലെന്നും കലഹം, അങ്ങനെ പല, അല്ലെങ്കിൽ വീട് പണിയാൻ പറ്റണില്ല, അല്ലെങ്കിൽ എല്ലാം തടസ്സങ്ങൾ. ആ അവസ്ഥയിൽ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച്, നമ്മൾ ഈ ഗ്രിഗോറിയൻ മാസം അർപ്പിക്കുന്നത് നമുക്കറിയാം, 30 കുർബാന മുടങ്ങാതെ അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറയും. എന്തിനാ? പാരമ്പര്യത്തിന് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി, കുടുംബ തലമുറയിലുള്ള മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പാപ പരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേക മക്കളുടെ പാപത്തിൻ്റെ, അതിൻ്റെ അനന്തരഫലമായ ശാപത്തിൻ്റെ, മരണത്തിൻ്റെ, അതിലൂടെ കടന്നു വന്ന സാത്താൻ്റെ അവകാശങ്ങൾ അവസാനിപ്പിച്ച് അനേക മക്കൾ മോചനം പ്രാപിച്ച ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അച്ഛന് ഒത്തിരിയേറെ അനുഭവങ്ങൾ അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ബലി അറിഞ്ഞ് ഈ ബലിയിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മാറ്റണമെന്ന് ഞാൻ ഒത്തിരി ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അനുഭവം എന്ന് പറയാം, ഒരിക്കൽ എന്നോടൊരു അച്ഛൻ ചോദിച്ച കാര്യമാണ്, ബസ്കൊച്ച, അച്ഛൻ എന്നെങ്കിലും അച്ഛൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് വിശുദ്ധ കുർബാന നിയോഗം വെച്ച് അർപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് വിശുദ്ധ കുർബാന, ഈ പറഞ്ഞ ബലി, ഇന്നലെയും ഇന്നുമായിട്ട് കേട്ട ഈ ബലി അർപ്പിച്ചിട്ടുണ്ടോ നിയോഗം വെച്ച്? എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് അച്ഛൻ വ്യക്തമായി എനിക്ക് പറഞ്ഞെന്ന കാര്യം ഞാൻ നിങ്ങൾ പെട്ടെന്ന് പറയാം. അച്ഛൻ പറഞ്ഞു, ബോസ്കോച്ച, അച്ഛൻ ഇങ്ങനെ ബലിയർപ്പിക്കുക, അച്ഛൻ ചെയ്തു പോയ സകല പാപങ്ങളും, അതിലൂടെ കടന്നു വന്ന സകല ശാപങ്ങളും, അതിലൂടെ അച്ഛൻ്റെ മേൽ ആധിപത്യം പുലർത്തിയ, അവകാശം സ്ഥാപിച്ച സകല പൈശാചിക പീഡകളും, അതിലൂടെ കടന്നു വന്ന രോഗങ്ങൾ, ബലഹീനതകൾ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, ചില ആന്തരിക മുറിവുകൾ, എന്തുമാകട്ടെ, ഇതെല്ലാം യേശുവിൻ്റെ പാപ പരിഹാര ബലി, പാപത്തെ നീക്കിയ, ശാപത്തെ നീക്കിയ, മരണത്തെ പരാജയപ്പെടുത്തിയ സാത്താൻ്റെ അവകാശങ്ങളെ ഹെബ്രായർ 2:15 തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ച ബലിയുടെ യോഗ്യതയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ബലി അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ പാപത്തിൽ നിന്ന്, എൻ്റെ ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, സാത്താൻ്റെ പിടിയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ഈ ബലിയിലൂടെ കർത്താവേ എന്നെ വീണ്ടെടുക്കണമേ. 1 പത്രോസ് 1:18 പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയാലോ സ്വർണ്ണത്താലോ അല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതു പോലെയുള്ള യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ വീണ്ടെടുക്കപ്പെടുന്ന ബലി. ഈ ബലിയുടെ യോഗ്യത, ഈ ബലിയിൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ രക്ഷ. എനിക്കറിയാം, വ്യക്തി ജീവിതത്തിൽ ഒത്തിരി ബലഹീനതകൾ, ഒത്തിരി അടിമത്തങ്ങൾ, പല പല വേദനകൾ എടുത്തു മാറ്റിയ അനുഭവം ബലിയിലൂടെ സ്വന്തമാക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, അനേക മക്കൾക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അച്ഛൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയും, മക്കളെ, ഇതുപോലെ പാപപരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, ഒരു കുടുംബത്തിൽ നീ ഒരു ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം,
അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, മകനായിരിക്കാം, ആരുമാകട്ടെ, നിന്റെ കുടുംബത്തിലുള്ള ഓരോ മക്കൾക്കും വേണ്ടി പാപപരിഹാരം ബലിയർപ്പിച്ച് നോക്കിക്കേ. അപ്പൻ മദ്യപാനിയാ, നീ എന്തെങ്കിലും അപ്പൻ്റെ പാപത്തിന്, മദ്യപാനത്തിന് പരിഹാരമായിട്ട് ഈ കുരിശിലെ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ അപ്പനെ തെറി വിളിച്ചിട്ടുണ്ട്, ഭർത്താവിനെ പഴി പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അപ്പൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായിട്ട് വിശുദ്ധ കുർബാന നിയോഗം വെച്ച് അർപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഈ ബലിയിലൂടെ നിനക്ക് വിടുതൽ കിട്ടും. ഇത് നമ്മൾ ഈ ബലി അർപ്പിക്കുമ്പോൾ ആർക്കും വേണ്ടി അർപ്പിക്കാം. അപ്പൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ മക്കളുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ച് നോക്കിക്കേ. അമ്മായി അമ്മയുടെ പാപങ്ങൾക്ക് പരിഹാര ബലി മരുമോൾ അർപ്പിച്ച് നോക്കിക്കേ. മരുമകളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് വിശുദ്ധ കുർബാന നിയോഗം വെച്ച് അർപ്പിച്ച് നോക്കിയേ. ഈ നിയോഗം വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടാ. ഓരോ കുർബാനയ്ക്കും നമുക്ക് വ്യക്തിപരമായ നിയോഗം വയ്ക്കാം. അതിന് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്ന ബലിയിൽ നമുക്കിത് സ്വന്തമാക്കാം. കുർബാനയ്ക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ഓരോ കുർബാനയിലും നമ്മൾ പങ്കെടുത്ത് ഈ പാപപരിഹാര ബലി നിനക്ക് വേണ്ടി, നിന്റെ അപ്പനും നിന്റെ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി, ഇനി ഏതെങ്കിലും മക്കൾ പ്രത്യേകമായിട്ട് പാപത്തിൻ്റെ പിടിയിൽ പെട്ടുകിടക്കുന്നുണ്ടോ, ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകിച്ച് പാപപരിഹാര ബലി അർപ്പിച്ചോ. അവിടെ നമുക്ക് ലഭിക്കുന്നത് വിടുതലാണ്, അവർക്ക് ലഭിക്കുന്നത് മോചനമാണ്, അവിടെ രക്ഷയുണ്ട്, സമാധാനം. അതുകൊണ്ട് അച്ഛൻ ഇന്നലെയൊക്കെ പറഞ്ഞ് ഈ ബലിയിൽ തീരാത്ത ഒരു പ്രശ്നമല്ല മക്കളെ നമുക്ക് അത് സ്വന്തമാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ബലി എന്തെന്നറിഞ്ഞ്, ഈ ബലിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്നറിഞ്ഞ്, അത് ഇന്നലെ പറഞ്ഞ പോലെ കുഞ്ഞാടിൻ്റെ രക്തത്തെ മുദ്രണം ചെയ്ത് രക്ഷയിലേക്ക് നയിച്ച അതേ അവസ്ഥയിൽ ഈ ബലി നിന്റെ കുടുംബത്തിലെ ഓരോ മക്കളിൽ, ഓരോ മേഖലയിൽ, ജോലിയിലെ തടസ്സം, വിവാഹത്തിലെ തടസ്സം, മക്കൾ ഉണ്ടാകുന്നില്ല, ആകപ്പാടെ കലഹ, വീട്ടിൽ മക്കൾ വഴിതെറ്റി പോകുന്നു, തെറ്റായ സ്നേഹബന്ധം, ഏത് മേഖലയിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ബലി സ്വന്തമാക്കി അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിനാൽ തന്നെ ആ ശക്തി നിർവീര്യമായി പോകും. ഇനി ചില വീടുകളിൽ ഒരേ പാപം തന്നെ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലതിങ്ങനെ ആത്മഹത്യകളായിരിക്കാം, ചിലത് ഗർഭം അലസി പോകുന്ന അവസ്ഥയായിരിക്കാം, ചിലത് തെറ്റായ സ്നേഹബന്ധത്തിൽ ഇങ്ങനെ മക്കൾ ഓരോന്നായിട്ട് പെട്ടുപോകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിൽ, ബലിയിൽ അതെല്ലാം അവസാനിപ്പിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പാപശക്തി, രോഗശക്തി, ശാപശക്തി, പൈശാചിക ശക്തി വിശുദ്ധ കുർബാനയിൽ അവസാനിപ്പിച്ചെടുക്കാൻ കഴിയണം. അവിടെ രക്ഷയുള്ളൂ മക്കളെ, അവിടെ രക്ഷയുള്ളൂ. ഇതറിഞ്ഞിട്ട് ഈ വിശുദ്ധ കുർബാനയ്ക്ക് അതുപോലെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഞാൻ പറയും, നമ്മളാരും ഒരു ബലിയും മുടക്കത്തില്ല. വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ വലിയ ദാഹത്തോടെ കടന്നു വരും. വിശുദ്ധ കുർബാന തിരിച്ചറിവോടെ അർപ്പിക്കും, അലസമായിട്ട് നിൽക്കത്തില്ല. എന്നും എനിക്ക് ബലിയിൽ സമർപ്പിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ പാപങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കുടുംബാംഗങ്ങളുടെ, വീടിൻ്റെ, മണ്ണിൻ്റെ, ജോലി മേഖലയിലെ എല്ലാ മേഖലകളിലും പാപത്തിന് സ്വാധീനമുണ്ട്. അതെവിടെ തീരുക? കുർബാനയിൽ. അതുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് അതുപോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈശോ പറയുന്ന മറ്റൊരു കാര്യമാണ്, വിശുദ്ധ കുർബാന ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ്. വിശുദ്ധ കുർബാന ജീവൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ ഈശോ തൻ്റെ വരവിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ആ വചനം. എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത്, ഈശോ എന്തിനാ വന്നേ? കുരിശിൽ മരിക്കാൻ. ഈശോ എന്തിനാ വന്നേ? രക്തം ചിന്താൻ. ഈശോ പറയാ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും വേണ്ടിയാണ്. ജീവൻ്റെ മേഖലയിൽ നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ ജീവൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജീവൻ്റെ നിറവിൽ ആയിരുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ, മരിച്ചു പോയ അല്ലെങ്കിൽ ജീവനില്ലാത്ത അവസ്ഥയിൽ ജീവൻ നൽകാൻ വേണ്ടി യേശു വന്നു. ഇനി ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അത് പാപം. ഞാൻ അതിലേക്ക് ആഴത്തിൽ പോകുന്നില്ല. പാപമാണ്. ആ പാപത്തെ യേശു ഏറ്റെടുത്തു. നമ്മൾ കണ്ടു, ബലിയർപ്പിച്ചു. ആ യേശു പാപത്തിന് പരിഹാരം ചെയ്തിട്ട് അതിലൂടെ നഷ്ടപ്പെട്ടു പോയ ജീവൻ നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി ഈശോ എന്ത് ചെയ്തു? അവൻ ജീവൻ്റെ അപ്പമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ മാറുകയാണ്. ഇന്ന്
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളൊന്ന് ധ്യാനിക്കണം. ജീവന്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. 53-ാമത്തെ വചനം, 6-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വചനം. ഈശോ പറയാണ്, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ജീവൻ. ഈശോ വീണ്ടും പറയുന്നുണ്ട്, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഈ യേശുവിൻ്റെ ശരീരം ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വേണ്ടി മുറിയപ്പെട്ട്, യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട്, യേശു നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായിട്ട് മാറി നമുക്ക് നൽകുന്നത്, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ജീവൻ തരാനാ. ജീവൻ തരാൻ യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കണം. ഈശോ പറഞ്ഞത് കേട്ടെ, സത്യം സത്യമായിട്ടും. വേറൊരു സത്യമില്ല. അതുകൊണ്ട് ലോകത്തിന് ജീവൻ വേണോ? നിനക്ക് ജീവൻ വേണോ? മക്കൾക്ക് ജീവൻ വേണോ? യേശുവിനെ സ്വീകരിച്ചേ മതിയാകൂ. തിരിച്ചറിവോടെ, ഒരുക്കത്തോടെ, പാദം കഴുകി വിശുദ്ധിയിൽ യോഗ്യതയോടെ യേശുവിനെ സ്വീകരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എനിക്കും നിനക്കും നിന്റെ കുടുംബത്തിനും ലോകം മുഴുവനും ജീവനായി, ജീവന്റെ സമൃദ്ധിയായി. ഇതാണ് വിശുദ്ധ കുർബാന. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഞാൻ പറയും, നമ്മുടെ ദേവാലയങ്ങളൊക്കെയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിറയും. നമ്മുടെ ദേവാലയങ്ങളിലേക്ക് അനേകായിരങ്ങൾ കടന്നു വരും. ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയിലേക്ക് കണ്ണീരോടെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെ തിരുവചന ഭാഗത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറയാ, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. പാപത്തിന് വേദന മരണമാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാ. അവളുടെ അർഹതപ്പെട്ട മരണത്തെ അവൾക്ക് കൊടുക്കാതിരിക്കാൻ യേശു പറയാ, മോളെ, നിനക്ക് അർഹതപ്പെട്ട മരണത്തെ ഞാൻ വരിച്ചുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പരിഹാരം ചെയ്തോളാം, നിന്നെ ഞാൻ ഫ്രീ ആക്കി വിടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുരിശിൽ കർത്താവ് നമുക്ക് അർഹതപ്പെട്ട മരണത്തെ ഏറ്റെടുത്ത് ബലിയർപ്പിക്കുക. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബലിയർപ്പിച്ച് നമ്മൾ യേശുവിനെ സ്വന്തമാക്കിയാൽ നമുക്ക് ലഭിക്കുന്നത് ജീവനാണ്, ജീവൻ്റെ സമൃദ്ധിയാണ്. ഇന്ന് ലോകത്തിന്, മാനവകുലത്തിന് നഷ്ടപ്പെട്ടു പോയത് ഈ ജീവനാണ്. ജീവനുണ്ട്. എന്ത് ജീവനാ? ജഡത്തിൻ്റെ ജീവൻ, മൃഗത്തിൻ്റെ ജീവൻ. അതിനാൽ തന്നെ ആ ജീവൻ്റെ അടിസ്ഥാനത്തിൽ വ്യഭിചാരത്തിൻ്റെ, കൊലപാതകത്തിൻ്റെ, ഗേ മാരേജിൻ്റെ, ഗർഭചിത്രത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ, ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിൽ മാനവകുലം പാപത്തിൽ നിന്ന് പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നടന്നു നീങ്ങുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, ഈ ജീവൻ പ്രാപിക്കണം. അതാണ് ഈശോ പറഞ്ഞേ, ഈ ജീവൻ നിങ്ങൾ സ്വീകരിക്കണം. ഈശോ പറഞ്ഞില്ലേ, ഈ 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന ജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കും മക്കളെ. അനശ്വരമായ അപ്പം, ജീവന്റെ അപ്പം വിശുദ്ധ കുർബാനയിലൂടെ യേശു തരുമ്പോൾ, ഇന്ന് എനിക്ക് നിനക്കത് വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട എന്ന് ഓർത്തൊക്കെ എത്ര മക്കള് ഈ വിശുദ്ധ കുർബാനയിൽ വന്നിട്ട് യേശുവിനെ, ഈ കുർബാന സ്വീകരിക്കുന്നുണ്ട് മക്കളെ. ചിന്തിച്ചു നോക്കിയേ, എത്ര മക്കൾ കുർബാന സ്വീകരിക്കുന്നുണ്ട്? ഈ കുർബാനയെ ഇതുപോലെ എത്ര മക്കള് അറിഞ്ഞിട്ടുണ്ട്? അച്ഛൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, ഇതൊരു യാഥാർത്ഥ്യമാണ് മക്കളെ. ഇതിലൊരു മാറ്റം വരണം. ഈശോ ഇതുപോലെ നമുക്ക് വേണ്ടി മരിച്ചിട്ട്, ഇതുപോലെ നമ്മെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം അനുഭവിക്കാതെ പോകുന്നത് എത്രയോ വലിയ തെറ്റാണ് മക്കളെ. അതുകൊണ്ട് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് യോഗ്യതയോടുകൂടി യേശുവിനെ സ്വീകരിക്കാൻ കഴിയണം. അതുപോലെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കണേ. അതുപോലെ ഈശോ നമുക്ക് തന്നെ തന്നത്. അതിനുവേണ്ടി ഈശോ എന്തുമാത്രം സഹിച്ച മക്കളെ. ആ സഹനവും ആ വേദനയും ആ കണ്ണുനീരും ആ രക്തവും ആ മുറിവുകളും ആ കുരിശും ഒക്കെ ഒന്ന് കണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അത് ന്യായമല്ലേ മക്കളെ? അത് യുക്തമല്ലേ? നമുക്ക് ഈശോയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്തു പോയ അവഗണനകൾ, വിശുദ്ധ കുർബാനയ്ക്കെതിരെ ലോകം ചെയ്യുന്ന അവഹേളനങ്ങൾ, ബ്ലാക്ക് മാസ് പോലെയുള്ള പൈശാചിക ആരാധന നമുക്കറിയാം. ഈ മേഖലകളിലൊക്കെ നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിച്ച് നമുക്ക് ഈശോയെ സ്നേഹിക്കാം, ഈശോയെ ആരാധിക്കാം, ഈശോയുടെ കൂടെയായിരിക്കാം.
അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കേന്ദ്രമാണീശോ, വെണ്മയെഴുന്നൊരിയപ്പത്തിൽ വാഴുന്ന വിശ്വാസ കേന്ദ്രമാണീശോ. ദൈവീക ചൈതന്യം മാനവകേകിയ സ്വർഗീയ വരദാന പൂജ്യം. ചൈതന്യം മാനവകേകിയ സ്വർഗീയ വരദാന പൂജ്യം. ഈശോ ഈശോ എന്നുള്ളിൽ വരണേ, ഈശോ അങ്ങേക്ക് ആരാധന. ഈശോ ഈശോ എന്നുള്ളിൽ വരണേ, ഈശോ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായ ഈശോയെ, മനുഷ്യ മക്കളോട് കൂടെ വസിക്കുവാൻ എന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് തന്നെ പറഞ്ഞില്ലേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാ. അങ്ങില്ലാതെ, തൈത്തണ്ടില്ലാതെ, ശാഖയ്ക്ക് ഒരിക്കലും അസ്തിത്വമില്ലാത്ത പോലെ യേശുവേ, അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഈ ആരാധനയിൽ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന, ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന വിശുദ്ധ കുർബാനയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോൾ യേശുവേ, അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ കടന്നു വരുന്നത് നമ്മെ അനുഗ്രഹിക്കാനാണ്. ഈശോ കടന്നു വരുന്നത് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനാണ്. ഈശോ കടന്നു വരുന്നത് നമ്മെ സുഖപ്പെടുത്താനാണ്. ഈശോ കടന്നു വരുന്നത് നമുക്ക് ജീവൻ തരാനാണ്. ഈശോ കടന്നു വരുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ കൂടെ വലിയ സന്തോഷത്തോടെ, വലിയ സ്നേഹത്തോടെ, വലിയ വിശ്വാസത്തോടെ, വലിയ പ്രത്യാശയോട് കൂടിയായിരിക്കുവാൻ നമുക്ക് സാധിക്കും. ആ വിശ്വാസത്തോടും ശരണത്തോടും കൂടെ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനം നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. അവരിലുള്ള അനേകം രോഗികളെ അവൻ സുഖപ്പെടുത്തി. പിശാച് ബാധിതരിൽ നിന്ന് പിശാചുകളെ ബഹിഷ്കരിച്ചു. ഇപ്പോൾ യേശുവിന്റെ മുമ്പിലായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നോക്കിയിട്ട് യേശുവിന് നമ്മുടെ മേല് അനുകമ്പ തോന്നുകയാണ്. അനുകമ്പയുള്ള കർത്താവാണ് അവിടുന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 20-ാം അധ്യായത്തില് ജെറിക്കോയിലെ 2 അന്ധന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവർ യേശുവിന്റെ പിന്നാലെ നടന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, ദാവീദിന്റെ പുത്രനായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് അവരെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. കാരണം അവർക്കറിയാം യേശുവിന് സുഖപ്പെടുത്താൻ സാധിക്കുന്നു. ജനങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും അതൊന്നും കേൾക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യേശുവിന്റെ മുമ്പിൽ അവർ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ യേശു വീട്ടിലെത്തണവരെ യേശുവിന്റെ പിന്നാലെ അവർ നടന്നു എന്നാ പറയും. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു
ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അവർക്ക് സൗഖ്യം നൽകി. ഉള്ളലിവുള്ള യേശു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ മേൽ അലിവ് തോന്നിയ യേശു, അനുകമ്പ തോന്നിയ യേശു, ഉള്ളലിഞ്ഞ യേശു. അതാ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ യേശു വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യമായിട്ട് ഇന്ന് യേശു നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാനും നീയും യേശുവിനെ നോക്കുമ്പോൾ അറിയണം, എൻ്റെ യേശു അനുകമ്പയുള്ള, ഉള്ളലിവുള്ള, മനസ്സലിവുള്ള ദൈവമാ, എൻ്റെ ദൈവമാ. യേശുവേ, ഞങ്ങളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, രോഗപീഠകള്, സങ്കടങ്ങള്, തകർച്ചകള്, മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങള്, കടബാധ്യതകളെ ഓർത്തുള്ള നീറുന്ന അവസ്ഥകള് എല്ലാം സമർപ്പിച്ച് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഈ ആരാധനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, കർത്താവിൻ്റെ അരികിലേക്ക് നിന്റെ അവസ്ഥകളെ സമർപ്പിച്ച്, രോഗപീഠകളെ, ദുഃഖഭാരങ്ങളെ, സാമ്പത്തിക തകർച്ചകളെ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകളെ, ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന മാറാരോഗത്തിന്റെ അവസ്ഥകളെ എല്ലാം സമർപ്പിക്കും, എല്ലാം സമർപ്പിക്കും. കർത്താവിന്റെ സാന്നിധ്യം ശക്തിയുടെ സാന്നിധ്യമാണ്. കർത്താവിന്റെ സാന്നിധ്യം രോഗികളെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിൽ കാദേശ് മരുഭൂമി ഞടുങ്ങി വിറച്ചു, വലിയ പാറകൾ തകർന്നു, ചെങ്കടൽ പിളർന്നു, മരുഭൂമിയിൽ മന്ന ഭക്ഷിക്കപ്പെട്ടു, കാറ്റ് അടങ്ങി, കടൽ ശാന്തമായി, മരിച്ചവൻ 4-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതെ, വലിയ ശക്തി ഈ ദിവ്യകാരുണ്യത്തിൽ നിറച്ചു വച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം, രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. 6:19 അവിടെ പറയാണ്, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സുഖമാക്കപ്പെട്ടു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഈ നിമിഷം അനേകം രോഗികളെ സുഖമാക്കുന്ന ശക്തിയുടെ നിമിഷങ്ങളാണ് ഈ ആരാധനയുടെ നിമിഷങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിലേക്ക് ഉയർത്തി സമർപ്പിച്ചുകൊണ്ട് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടണം. അതുപോലെ ആഗ്രഹിച്ച് വിശ്വസിച്ച് ഇപ്പോൾ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവനിലേക്കും അവന്റെ കുടുംബത്തിലേക്കും, അവൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്കും യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടും. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് യേശു ജായറൂസിന്റെ വിളി കേട്ട് അവന്റെ പിന്നാലെ അവന്റെ വീട്ടിലേക്ക് പോവാ. ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, രക്തസ്രാവ ബാധ്യ സ്ത്രീ, 12 വർഷമായിട്ട് രക്തസ്രാവത്താൽ നീറുന്ന മകൾ. അനേകം വൈദ്യന്മാരെ കണ്ടു, നമുക്കറിയാം. അവസാനം അവൾ ഇങ്ങനെ മനസ്സിൽ കരുതി, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ആ വിശ്വാസത്തോടെ അവൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. എന്താ സംഭവിച്ചേ? നാം വായിക്കുന്നുണ്ട്, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈ ആരാധനയിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ വിശ്വാസത്തോടെ അന്ധന്മാരുടെ വിശ്വാസത്തോടെ, അല്ലെങ്കിൽ ആ മാറാരോഗത്തിന്റെ പിടിയിൽപ്പെട്ട് രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ദാർഢ്യതയോടെ കർത്താവിലേക്ക് കരമുയർത്തി, എന്റെ മക്കളെ യേശുവിനെ തൊട്ട്, അവന്റെ വസ്ത്രത്തിൽ തൊട്ട് ഈ സമയം പ്രാർത്ഥിക്കാം. അവരിൽ നിന്ന് ശക്തി പുറപ്പെടും. തൽക്ഷണം ഞാൻ കാണുന്നു, ഈ സമയത്ത് ഈ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ട് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളിലേക്ക് യേശുവിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം മക്കൾ സൗഖ്യം പ്രാപിക്കുന്നു. വലിയ ശക്തി ഇപ്പോൾ അനേക മക്കളിലേക്ക് വ്യാപരിക്കുകയാണ്. കർത്താവിന്റെ കരുണയുടെ ശക്തി, കുർബാനയുടെ ശക്തി, അത് ജീവന്റെ സമൃദ്ധിയാണ്. അത് പാപത്തിന്റെ അടിമത്തങ്ങളെ തകർക്കുന്ന ശക്തിയാണ്. അത് ജീവന്റെ സമൃദ്ധിയാണ്. അങ്ങയുടെ മക്കളിലേക്ക്, ഈ മക്കളുടെ കുടുംബങ്ങളിലേക്ക്, ഈ മക്കൾ ഏതെല്ലാം മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മേഖലകളിലേക്ക് ഈ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി പ്രവഹിക്കട്ടെ. അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. അങ്ങയുടെ മക്കൾ കാണട്ടെ. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അങ്ങയുടെ ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിൽ, ഈ മക്കളിൽ അങ്ങ് സ്ഥിരീകരിക്കണമേ കർത്താവേ, സ്ഥിരീകരിക്കണം.
കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിന് ഈരടികളോട് ചേർന്ന് കരുണയുള്ള ദൈവമേ, അലിവ് തോന്നണമേ, പാപിയാണ് ഞാൻ, പാപിയാണ് കർത്താവേ, ആ ഒരു എളിമയോട് കൂടി നമുക്ക് ഈശോയോട് ഏറ്റവും ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ സൗഖ്യം നമ്മിലേക്ക് ഈ സമയം നിറയും. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങയുടെ സാന്നിധ്യം എല്ലാ മക്കളും നിറയട്ടെ കർത്താവേ, കർത്താവേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, മക്കളോട് പാപിയാണെങ്കിലും അലിവു തോന്നണമേ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, അറിയാതെ വന്നുപോയ വീഴ്ചകള്, അതിലൂടെ കടന്നു വന്ന പല പല അടിമത്തങ്ങള്, എല്ലാ രോഗപീഠകള്, സഹനങ്ങള്, കഷ്ടനഷ്ടങ്ങള്, തകർച്ചകള് എന്തുമാകട്ടെ എല്ലാം യേശുവിലേക്ക് സമർപ്പിക്കും. കർത്താവിൽ നിന്ന് ശക്തി, കരുണയാൽ പുറപ്പെടുന്ന ഈ സമയം ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയാ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയാ. പാപത്തിനാഴിയിൽ വീഴാതെ എന്നുമേ കാത്തിടണേ എൻ്റെ കാരുണ്യമേ, കാത്തിടണേ എൻ്റെ കാരുണ്യമേ. ചേർന്ന് പാടാം. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ പശ്ചാത്താപത്തോടെ പ്രിയപ്പെട്ട മക്കളെ ഈ ആരാധനയിൽ നമുക്ക് സമർപ്പിക്കാം. ഇത്രമാത്രം വലിയ സ്നേഹമായിരുന്നിട്ടും, ഇത്രമാത്രം വലിയ കരുണയായിരുന്നിട്ടും, ഇത്രമാത്രം വലിയ ശക്തി നമ്മിലേക്ക് പുറപ്പെടുവിച്ചിട്ടും പലപ്പോഴും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ യോഗ്യതയോടെ സ്നേഹത്തോടെ സ്വീകരിക്കാതെ പോയിട്ടില്ലേ, അവഗണിച്ചിട്ടില്ലേ, പ്രാധാന്യം കൊടുക്കാതിരുന്നിട്ടില്ലേ, ഒത്തിരിയേറെ ഉപേക്ഷിച്ചിട്ടില്ലേ. ഈശോയ്ക്ക് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒത്തിരിയേറെ നമ്മൾ ഈശോയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോയെ നോക്കിക്കേ, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു, നമ്മെ സുഖപ്പെടുത്താൻ വേണ്ടി ശക്തി പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് നമ്മിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച് വിശുദ്ധ കുർബാനയായിട്ട് മാറിയ യേശു, എത്രയോ പ്രാവശ്യം അവസരങ്ങൾ ഉണ്ടായിട്ട് കുർബാന സ്വീകരിക്കാതെ നമ്മൾ ജീവിച്ചു. താല്പര്യമില്ലാതെ വിശുദ്ധ ബലികൾ എത്രയും നമ്മൾ അർപ്പിച്ചു. സാധിക്കുമായിരുന്നിട്ടും കുർബാനയിൽ പങ്കെടുക്കാതെ നമ്മൾ ജീവിച്ചില്ലേ മക്കളെ? അതിനെല്ലാം ഓർത്ത് ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ, ഈ സമയം നമുക്ക് ഈശോയുടെ മാപ്പ് ചോദിക്കാം. കുർബാനയിലൂടെ നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവ്, കുർബാനയിലൂടെ നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവ്, കുർബാനയിലൂടെ എല്ലാ അഭിഷേകവും നൽകുന്ന ഈശോ, ഈശോയെ
ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ആരാധനയിൽ അങ്ങയുടെ ശക്തി, അങ്ങ് നൽകുന്ന ജീവൻ, അങ്ങയുടെ വലിയ സമാധാനം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ വീട്ടിലൊക്കെ രോഗത്തിന്റെ പിടിപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെ സമർപ്പിക്കും. വാർദ്ധക്യാവസ്ഥയിൽ രോഗത്തിൽ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആശുപത്രിയിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വലിയ സൗഖ്യത്തിന് ശക്തി നൽകും ഈ സമയം കർത്താവ്. എല്ലാ രോഗികൾക്കും വേണ്ടി വലിയ ദാഹത്തോടെ ഈ സമയം പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ ശക്തി പ്രകടമാക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു മക്കളെ. വിശുദ്ധ കുർബാന ഉപേക്ഷിച്ച് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യുവമക്കൾ. കുർബാനയില്ല, ദേവാലയമില്ല, കുംഭസാരമില്ല, പ്രാർത്ഥനയില്ല, ദൈവത്തോട് ഈ വിശുദ്ധ കുർബാന ബന്ധമില്ലാതെ ജീവിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് അവരെ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു മക്കളെ. കുർബാനയില്ലാതെ ജീവിക്കുന്ന മക്കൾ യേശുവേ സമർപ്പിക്കുന്നു കർത്താവേ. നിന്റെ ജീവിത പങ്കാളിയെ സമർപ്പിക്കും, നിന്റെ മക്കളെ സമർപ്പിക്കും, മാതാപിതാക്കളെ സമർപ്പിക്കും, സഹോദരങ്ങളെ സമർപ്പിക്കും. എൻ്റെ യേശുവേ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങയോട് ചേർക്കണമേ, വിശുദ്ധ കുർബാനയോട് ചേർക്കണമേ കർത്താവ്. ഈ നിമിഷം വിശുദ്ധ കുർബാനയുടെ ശക്തി അങ്ങയുടെ മക്കൾ അനുഭവിച്ചറിയത്തക്ക വിധത്തിൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ കുർബാനയുടെ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം എല്ലാ കുർബാനയോട് ഒന്ന് ബന്ധപ്പെടുത്തിക്കുക മക്കളെ. അതും പറയുന്നു, ഇപ്പോ കുർബാനയോട് ബന്ധപ്പെടുത്തും. കുർബാന ബന്ധിയായ പൗരോഹിത്യം, കുർബാന ബന്ധിയായ സമർപ്പണ ജീവിതം, കുർബാന ബന്ധിയായ കുടുംബജീവിതം, കുർബാന ബന്ധിയായ ബിസിനസ്, വിശുദ്ധ കുർബാന ബന്ധിയായ ജോലി, വിശുദ്ധ കുർബാനയ ബന്ധിയായ പഠനം, എന്തുമാകട്ടെ, ഏതു ജീവിതാന്തസ്സുമാകട്ടെ, കുർബാനയോട് ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. കാരണം ഇവിടെ ജീവനുണ്ട്, ഇവിടെ സംരക്ഷണമുണ്ട്, ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ ഒരു തിന്മയ്ക്കും കടന്നു വരാൻ പറ്റത്തില്ല. കുർബാന വിട്ടു പോയതാ ഇന്ന് നാശത്തിന്റെ കാരണമെന്ന് സത്യമായിട്ടും നീ അറിയണം, ഞാനും അറിയണം. കുർബാനയോടുള്ള താല്പര്യക്കുറവ് അതെല്ലാം ഓർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. വലിയ കരുണ എല്ലാ മേഖലകളിലേക്കും ഒഴുകട്ടെ. സൗഖ്യത്തിന്റെ മേഖലകളിൽ, സാമ്പത്തിക തകർച്ചയുടെ മേഖലകളിൽ, മാറാ രോഗങ്ങളുടെ മേഖലകളിൽ, എല്ലാ സാമ്പത്തിക തകർച്ചകളുടെ മേഖലകളിൽ കുർബാനയുടെ ശക്തി, ദിവ്യകാരുണ്യ ശക്തി നിറയപ്പെടട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ, രോഗിയാണ് ഞാൻ നാഥ, സൗഖ്യമേകണേ എന്ന് ചേർന്ന് പാടുമ്പോൾ കുർബാനയുടെ ശക്തി സകല മേഖലകളിലും നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് വലിയ എളിമയോടെ, വലിയ വിശ്വാസത്തോടെ, അതിലേറെ ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. കരുണ തോന്നണേ, കരുണ തോന്നണേ എന്നിൽ, യേശുവേ അലിവു തോന്നണേ. രോഗിയാണ് ഞാൻ, രോഗിയാണു ഞാൻ നാഥ, സൗഖ്യം സൗഖ്യമേകണമേ. എൻ്റെ യേശുവേ കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമേകണമേ. എല്ലാ മക്കളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ ഇതാ സമർത്ഥമായിട്ട് നമ്മിലേക്ക് ഒഴുകുന്ന സമയമാണ് ഈ സമയം. ഈശോയ്ക്കൊന്നും അസാധ്യമല്ല. സർവശക്തനായ കർത്താവ് എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ലോകത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്, കാറ്റിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്, കടലിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്, ശരീരത്തിൻ്റെ മേൽ കർത്താവിന് അധികാരമുണ്ട്.
എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ള യേശുവാണ് ഈ കുർബാനയായ യേശു, ദിവ്യകാരുണ്യമായ എൻ്റെ ഈശോ. യേശുവേ, അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കളെ, രോഗികളായ മക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈ മക്കള് ഏതെല്ലാം നിയോഗങ്ങളും പ്രാർത്ഥനകളുമാണോ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ മേഖലകളിലേക്കൊക്കെ കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാക്കി ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീക്ക് തൽക്ഷണം സൗഖ്യം അനുഭവിക്കാൻ കഴിഞ്ഞ പോലെ ഇപ്പോൾ അനേക ആയിരങ്ങൾക്ക്, അനേക മക്കൾക്ക് സൗഖ്യശക്തി അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കുഷ്ഠരോഗിയോട് അങ്ങ് പറഞ്ഞില്ലേ ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞില്ല അവനോട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന്. അങ്ങയുടെ മക്കളോടും ഒന്ന് പറഞ്ഞ യേശുവേ, എനിക്ക് മനസ്സുണ്ട് മക്കളെ നിങ്ങളെ സുഖപ്പെടുത്താൻ. ആ നിമിഷം തന്നെ അവന്റെ കുഷ്ഠം മാറി, അവൻ ശുദ്ധിയുള്ളവനായിട്ട് മാറിയില്ലേ യേശുവേ? അതുപോലെ അങ്ങയുടെ മക്കൾക്കും ആ സൗഖ്യത്തിന്റെ ശക്തി, ആ വിശുദ്ധീകരണത്തിന്റെ ശക്തി ഇപ്പോൾ അനുഭവിച്ചറിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി, ജീവന്റെ ശക്തി എല്ലാ മക്കളിലും ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. വിശുദ്ധ കുർബാനയുടെ ശക്തി എല്ലാ മക്കളിലും നിറയട്ടെ. എല്ലാ അടിമത്തങ്ങളും വിട്ടുപോകട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, മദ്യപാനത്തിന് അരൂപികൾ നീങ്ങിപ്പോകട്ടെ, പൂർവ്വ പാപശാപ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, കുടുംബത്തിന് മേലുള്ള ആധിപത്യങ്ങൾ, സാത്താന്റെ അവകാശങ്ങൾ അവസാനിക്കട്ടെ. വലിയ വിടുതലും, വലിയ സൗഖ്യം, വലിയ ജീവൻ, വലിയ സമാധാനം, വലിയ പ്രകാശം എല്ലാ മക്കളിലും, എല്ലാ കുടുംബങ്ങളിലും ദിവ്യകാരുണ്യത്തിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് നിറഞ്ഞൊഴുകട്ടെ. വലിയ പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മെ ഈശോ ആശീർവദിക്കുമ്പോൾ ഇരു കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. എല്ലാം സമർപ്പിച്ച് കർത്താവിന്റെ ശക്തി, ദിവ്യകാരുണ്യ ശക്തി നിന്നിലും നിന്റെ കുടുംബത്തിലും ലോകം മുഴുവനിലും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലും നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ നന്ദി, 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 നന്ദി. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ശക്തി നിറച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സൗഖ്യവും സമാധാനവും സന്തോഷവും നിറച്ചു നൽകിയ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.